ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ക്വാഡ് കമ്പനി. ഇന്നത്തെ എൻ്റെ വീഡിയോ ബേബീസിന് വേണ്ടി 2 ക്രിബ് സെറ്റാക്കാൻ പോകുന്നതാണ് കേട്ടോ. വേറെ ഒന്നുകൊണ്ടുമല്ല ഗൈസ്, ഇപ്പോൾ ഇവർക്ക് 8 മാസം കഴിഞ്ഞിട്ടുണ്ട്. പഴയ പോലെയല്ല, 4 പേരും ഇപ്പോൾ കിടത്തിയെടുത്ത് നോക്കിയാൽ പിന്നെ ഉരുണ്ട് നീന്തിയൊക്കെ പോകുന്ന കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡേയ്സായിട്ട് ക്രിബ് എങ്ങനെ സെറ്റാക്കും എന്നുള്ള ആലോചനയിലായിരുന്നു. ഓൺലൈനിൽ നോക്കിയപ്പോൾ ഒരുപാട് സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ളതും സ്പേസ് കുറഞ്ഞതുമായ ക്രിബ്സ് കാണാൻ പറ്റി. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം 2 പേർക്കെങ്കിലും കിടക്കാൻ വലുപ്പം കിട്ടുന്ന ക്രിബ് വേണമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൺലൈൻ ഓപ്ഷൻ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ക്രിബ് എങ്ങനെയും പണിതെടുത്താലോ എന്നായി. പക്ഷെ ഞങ്ങളുടെ ഏരിയയിൽ അഡ്ജസ്റ്റബിളായ ഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കുറച്ച് വലിയ ക്രിബ് പണിത് തരാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്നോർത്തിരുന്നപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റായിട്ട് 4 ബേബീസാന്നൊക്കെ അറിഞ്ഞ സമയത്ത് എൻ്റെ ചേച്ചി എനിക്കൊരു യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്തു തന്നത്. സത്യം പറഞ്ഞ ആദ്യത്തെ പ്രഗ്നൻസിയും 4 എൻ്റെ ഡൗട്ട്സുകൾക്കും എല്ലാം എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് തന്നെ ഇവരുടെ വീഡിയോയിൽ നിന്ന് കിട്ടി. എന്നാൽ പിന്നെ ഇവരോട് തന്നെ ചോദിച്ച് കളയാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ അവരെ കോണ്ടാക്ട് ചെയ്തു. ആയിഷ എന്നാണ് ചേച്ചിയുടെ പേര്. എങ്ങനെയാണ് 4 പേരും കമഴ്ന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് കിടത്തിയെന്ന് അന്വേഷിച്ചു. എന്നാ പറയാനാ, അവരുടെ ബേബീസിന് ഇപ്പം 5 വയസ്സായി. പുത്തം പോലെ ക്രിബ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. വേണോ എന്നൊരു ചോദ്യവും കൂടെ ചോദിച്ചു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഐറ്റം പാക്ക് ചെയ്ത് ഇവിടെ എത്തി. അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു ക്രിബ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ബേസും ഡോർ സൈഡും പിന്നെ ഇതിൻ്റെ സൈഡ് വശങ്ങളും എല്ലാം തെറ്റാതെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഞങ്ങൾ ഈ ക്രിബ് 2 രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഒന്ന് കുറച്ച് ഹൈറ്റിലാണ് ഇതിൻ്റെ ബേസ് സെറ്റ് ചെയ്തത്, ഒന്ന് കുറച്ച് താഴ്ത്തിയുമാണ് ഇതിൻ്റെ ബേസ് സെറ്റ് ചെയ്തത്. നമുക്കിത് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് കുട്ടികൾ വലുതായാലും നമുക്കിത് താഴ്ത്താനും പൊക്കാനും ഒക്കെ കഴിയും. അപ്പം നമുക്ക് നമ്മുടെ ക്രിബ് പരിചയപ്പെടാം. ഇതാണ് ബേബിയുടെ ക്രിബ്. ഇത് ഏത് ഡിസൈനിലാണ് ക്രിബ് ഉണ്ടാക്കിയത്, എന്ത് മരമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിബ് നെറ്റ്, ബെഡ്, ബമ്പേഴ്സ്, ടോയ്സ് എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ ക്രിബ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തത് തേക്കിൻ്റെ തടിയാണ്. നമുക്ക് ഈ ക്രിബ് ഉള്ളതുകൊണ്ട് ബേബീസിന് സെപ്പറേറ്റ് ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വാഷ് ചെയ്യാനും പറ്റും. അതുപോലെ നമുക്ക് ബേബീസിനെ ഹൈജീനിക്കായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് തുണി വാഷ് ചെയ്യാനോ അല്ലെ നമുക്കൊന്ന് ഉറങ്ങണമെങ്കിലൊക്കെ നമുക്ക് ബേബീസിനെ ക്രിബിനകത്ത് കിടത്തി കുറച്ച് ടോയ്സൊക്കെ കൊടുത്താൽ അവരതിൽ സേഫായിട്ടിരുന്നോളും. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ബേബീസൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിബിനെ സോഫയാക്കി വേണേൽ മാറ്റാം, അല്ലെങ്കിൽ സ്റ്റഡി ഏരിയയോ റീഡിങ് സ്പേസൊക്കെ ആക്കി എടുക്കാം. ക്രിബിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ക്രിബ് നെറ്റ്. നമുക്കിത് മാർക്കറ്റുകളിലും ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ ഉപയോഗിക്കുന്ന നെറ്റിന് അത്യാവശ്യം ലെങ്തും വിരിവും ഉണ്ട്. അതാവുമ്പം നമ്മുടെ ക്രിബ് 2 നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രിബിനുള്ളിലെ ബെഡ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്, അതുപോലെ വാട്ടർ പ്രൂഫുമാണ്. ക്രിബിൻ്റെ 4 വശത്തായിട്ട് ക്രിബ് ബമ്പേഴ്സ് അല്ലെങ്കിൽ പില്ലോസ് വെക്കുവാണെങ്കിൽ നമ്മുടെ ബേബീസിൻ്റെ കാലും തലയൊക്കെ ഇടിക്കാതിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ക്രിബിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് ടോയ്സ് ഉണ്ട്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടോയ് ഇതാണ്. ഇതാകുമ്പോൾ ഇവർ കൂടുതൽ നേരം ഇത് നോക്കി കിടന്നോളും. എന്താണേലും 4 പേരും ക്രിബിനുള്ളിൽ നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് അവർ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുമുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ബൈ ഗൈസ്.